അയില വറുത്തരച്ച് കറി വയ്ക്കാൻ വേണ്ടി അയിലേക്ക് ഇവിടെ നേരെയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി ആട്ടോ ഉപയോഗിക്കുന്നത്. കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ, 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നന്നായി വറുത്തിട്ട് ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് അരച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ തക്കാളി, 5-8 ചെറിയ ഉള്ളി, വേപ്പില, പച്ചമുളക്, പിന്നെ ഒരു 3-4 കാന്താരി മുളകുണ്ട്. അതെനിക്ക് തൊടിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് മുറിച്ചവിടെ എടുത്ത് വെച്ചതാണ്. കാന്താരി മുളക് നല്ലതാണല്ലോ വയറിനൊക്കെ. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളർ വരണം തേങ്ങയ്ക്ക്. തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 5-6 കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും കൂടി നല്ല ഒരു മണം കിട്ടും. അതാ കരിവേപ്പിൻ്റെ ഇല ഇട്ട് തേങ്ങേൻ്റെ കൂടെ വറുത്താലേ നല്ല മണമാവും. തേങ്ങ വറുത്തരച്ചൊക്കെ നമ്മൾ മീനൊക്കെ കറി വെച്ചാൽ കുടംപുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കേട് വരുന്നില്ല, അതുപോലെ തന്നെ ഇരിക്കും. തേങ്ങയും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ച് വെച്ച ഇതും കൂടി ഇതിലേക്കിട്ട് മിക്സാക്കി കൊടുക്കാം. അതൊക്കെ ഇതിൽ തിരുമ്മി ചേർത്താലേ പ്രത്യേക രുചിയാവും. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുടംപുളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. കുടംപുളി നമ്മൾ കറി എന്തൊക്കെ ഇറക്കി വെച്ചിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുളിയെടുത്ത് മാറ്റണം. പാകത്തിന് പുളിയായിട്ടാകുമ്പോൾ, ഇല്ലെങ്കിൽ കറിക്കൊരു കയ്പ്പ് രുചി വരും. കറി അടുപ്പത്തൊക്കെ വെച്ച് നന്നായി തിളച്ചിട്ടാകുമ്പോൾ മീനിട്ട് കൊടുക്കണം. കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി വേവണം, അതിലൊക്കെ ഒരു ഇത്തിരി വേവുണ്ട്. ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഗ്യാസിൻ്റെ മേലെയല്ല. അടുപ്പിൽ വെച്ച മീൻ കറിക്ക് ഒരു പ്രത്യേക, വറുത്തരച്ച കറിക്ക് ഒരു പ്രത്യേക രുചി ഉണ്ടാവും. കറിയിൽ മീനിട്ടിട്ട് ആകുമ്പോൾ നമ്മളതൊന്ന് ചുറ്റിച്ച് കൊടുക്കണേ, കയ്യിലുകൊണ്ട് ഇളക്കാതെ കണ്ട്. ഒരു തരം ചെറിയ അയിലയാണ്, കാരണം ഞാൻ അത് മുറിക്കാതെ തന്നെ ഇട്ടത്. വലുതും അല്ല എന്നാൽ അത്ര ചെറുതും അല്ല, അത് കാരണം പിന്നെ മുറിക്കാതെ കണ്ട് ഇട്ട് കൊടുത്തു. മീൻകറിയൊക്കെ നന്നായി വറ്റിയുണ്ട്. നമുക്കിത് ഇറക്കി വയ്ക്കാം. എൻ്റെ വറുത്തരച്ച അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ അറിവൊന്നുമില്ലേ, പക്ഷെ ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.